കഴിഞ്ഞ ദിവസത്തെ ഇലക്ഷൻ റിസൾട്ടുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്ത സമ്മാനം ആണ് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ വരുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം 2024 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹം വീണ്ടും അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അന്ന് വിഷണ്ണനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖം നോക്കി ഇവിടെയുള്ള ആൾക്കാർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി മോദി ഇല്ല. ഇനി മോദി ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഘടകകക്ഷികളെ നിർത്തി ഭരിക്കുന്ന ആ ഒരു തന്ത്രം അത് മോദിക്ക് അറിയില്ല. കാരണം മോദി ഇതുവരെ അങ്ങനെ ഭരിച്ചിട്ടില്ല. മോദി ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ് ഇതുവരെ തന്റെ ജീവിതത്തിൽ ഉടനീളമുള്ള ഭരണത്തിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ പറയരുതായിരുന്നു. അഥവാ അങ്ങനെ പറഞ്ഞെങ്കിലും നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. ഒരു ദിവസം 18 മണിക്കൂർ പണിയെടുക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഉദ്ദേശിച്ച വിജയം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഊണും ഉറക്കവും കളഞ്ഞ് പണിയെടുക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. അതിനുശേഷം ഉള്ള വിജയങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അജയ്യമായാണ് BJP പല സംസ്ഥാനങ്ങളിലും, കഴിഞ്ഞ ദിവസം വന്ന വെസ്റ്റ് ബംഗാൾ സംസ്ഥാനത്തിൽ പോലും ഭരണം കൊണ്ടുവന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, BJP അതായത് നരേന്ദ്രമോദിയെ നിങ്ങൾ കളിയാക്കി കഴിഞ്ഞുള്ള അടുത്ത നിമിഷം മുതൽ മോദി പണി തുടങ്ങിയിരുന്നു. തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി, എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ വെറുതെ തോൽപ്പിക്കുകയല്ല പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും അദ്ദേഹം നയിക്കുന്ന BJPയും ചെയ്തത്. അവരിനി ഒരു സമയത്തും തിരിച്ചു വരാത്ത രീതിയിൽ അവരെ മുച്ചൂടും മുടിച്ച് നഗ്നരാക്കി തെരുവിൽ നിർത്തുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാൾ. ഇന്ന് AAP എവിടെയാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. വെസ്റ്റ് ബംഗാളിലെ മമതാ ബാനർജിയുടെ സ്ഥിതി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. 200 സീറ്റുകളിൽ നിന്ന് വെറും 70 മുതൽ 80 സീറ്റുകളിലേക്ക് ചുരുങ്ങി നിൽക്കുകയാണ് മമതാ ബാനർജി. തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ സ്ഥിതി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വിജയ് ഭരണം പിടിച്ച് സ്റ്റാലിനെ പോലും തകർത്ത് തരിപ്പണമാക്കി മുന്നിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ CPM-ന്റെ ഗതി നോക്കിക്കഴിഞ്ഞാൽ CPM-ന് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ അടുത്താണ് സീറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ്. ഇങ്ങനെ സകല സംസ്ഥാനങ്ങളിലും നഗ്നരാക്കി നിർത്തുകയാണ് പ്രതിപക്ഷ നേതാക്കളെ എന്നുള്ളതാണ്. ഇനി കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയുടെ വിജയം എടുത്ത് പരിശോധിച്ചാൽ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 3 പ്രധാനപ്പെട്ട നേതാക്കൾ, സ്റ്റാലിൻ, മമത, പിണറായി, ഇന്ത്യ മുന്നണിയിലെ 3 പില്ലറുകൾ എന്നറിയപ്പെടുന്ന നേതാക്കളാണ് തകർന്ന് തരിപ്പണമായി പോയത്. അതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ നില ഇനി എന്താകും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ.